യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവര് ഉപദേശത്തിൽ എന്ത് ചെയ്തു? അവർ ആരുടെ ഉപദേശമാണ്? അപ്പൊ ഇതിന് പറഞ്ഞിരിക്കുന്ന എന്തുവാ? ഈ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിന്റെ 28-29 വരെ പറഞ്ഞിരിക്കുന്ന ആ വാക്യങ്ങളുടെ മുഴുവൻ എന്തുവാ? യേശു കർത്താവിന്റെ ഉപദേശമാണ്. വായിച്ചേ. പുരുഷാരം അവന്റെ ഉപദേശത്തിൽ എന്താ വിസ്മയിക്കാൻ കാരണം? അവരുടെ ശാസ്ത്രിമാരെ പോലെ അല്ല. അവരുടെ പഠിച്ച് പട്ടമെടുത്തിരിക്കുന്ന ശാസ്ത്രിമാരെ പോലെ അല്ല. ശാസ്ത്രിമാരെ ആരുവാ? ആരാ? ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നവരാ. ഡോക്ടറേറ്റ് എടുത്തവരാ. അതെ, പക്ഷെ അവര് സ്വന്തം അവരുടെ ഉപദേശം കേട്ട ജനം തീരുക അവരുടെ ശാസ്ത്രിമാരെ പോലെയല്ല, അധികാരമുള്ളവരായിട്ട് അവരവരെ ഉപദേശിക്കുന്നതാണ്. ഒരു കാര്യം നമ്മളിവിടെ അനുഭവമാക്കണം. എന്താണ്? ഈ മത്തായിയുടെ സുവിശേഷം 5-ന്റെ 1 മുതൽ 7-ന്റെ അവസാനം വരെ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഉപദേശമാണ്. ഇതൊന്നും ഉപദേശമാണ്. ഇത് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ തന്നെ തൈകൾ പറയുന്നത് അവൻ അതൊന്നും ഉപദേശമല്ല, ഉപദേശപരമായ കാര്യങ്ങളും അല്ല എന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. തെറ്റാണ്. യേശുവിന്റെ ഉപദേശമാണ്. ഈ പറയുന്നത് തന്നെ പറയും ഉപദേശം നമ്മൾ സമർത്ഥിക്കുന്ന ഇതിൽ ഉപദേശമാണെന്ന് പറയുന്നത് 1 യേശു കർത്താവ് പറഞ്ഞിരിക്കണം, 2 അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കണം. അപ്പൊ ഈ മത്തായിയുടെ സുവിശേഷത്തിൽ ആരാ പറഞ്ഞിരിക്കുന്നത്? എന്തായാലും പറയുന്നത് അവരെ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താ? സ്തോത്രം. 1 യേശു പറയണം, 2 അപ്പൊ എനിക്ക് പറയാൻ കാരണം 1 യേശു പറയണം, 2 അപ്പോസ്തലന്മാര് പറയണം എന്നിവര് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായോ? കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു 2-3 സാക്ഷികളുടെ വായു ഒഴിയാൽ ഏത് കാര്യവും ഉറപ്പാക്കാം. അപ്പൊ 1ാമത്തെ സാക്ഷിയാരാ? യേശു. 2ാമത്തെ സാക്ഷിയാരാ? അപ്പോസ്തലന്മാര്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ മത്തായിയുടെ സുവിശേഷത്തിന് 5-ന്റെ 1 മുതൽ 7-ന്റെ 28 വരെ അവൻ പറഞ്ഞിരിക്കുന്നത് യേശുവിന്റെ ഉപദേശമാണ്. ഈ ഉപദേശങ്ങളൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ നോക്കണം. പഠിപ്പിക്കും അല്ലെങ്കിൽ അപ്പച്ചന്മാര് അവൻ പഠിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ടുള്ള പഠിപ്പിക്കലാണ്. പക്ഷെ ഇന്നത്തെ ചില അപ്പച്ചന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ചിലരൊക്കെ ആ പഠിപ്പിക്കലോട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ എന്താണ് വിഷയം? എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ ഈ മാസങ്ങളിൽ 2026-ന്റെ ഈ ജൂൺ മാസത്തില് ഇപ്പൊ ജൂൺ മാസത്തിൽ ഇന്ന് 18 നാളെ 19 അപ്പൊ ഈ അവർ ഇതുവരെയുള്ളതായ കാര്യം വെച്ച് നോക്കി കഴിഞ്ഞാൽ ഈ മാസത്തിനകത്താണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ശരിയാണ്. അല്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞ മാസം കൂടെ നമുക്ക് എടുക്കാം. എന്താ വിഷയമാണ്? ആഭരണം സ്തോത്രം ധരിക്കുന്നത് തെറ്റല്ലായ ഒരു ചിന്താഗതിയിലേക്ക് വന്നിരിക്കുക. ഞാൻ കണ്ണടയ്ക്കാൻ സമയമായിട്ടുള്ളത് കണ്ണടയ്ക്കാൻ സമയമായി മഞ്ഞിരിക്കാൻ സമയമായിട്ടുള്ളത് കണ്ടെത്തു പോകുന്നത്. കണ്ണടയ്ക്കാൻ സമയം. കാരണം പ്രായങ്ങളായില്ലയോ? കണ്ണടയ്ക്കാൻ സമയമാണ് ഇപ്പോഴാണ് കണ്ടു തുറന്നത്. പറഞ്ഞിരിക്കുന്ന എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനമുള്ള ഒരു ദൈവവാസമാണ്. ദൈവങ്ങളുടെ കൂട്ടത്തിൽ IPC-യില് ആ ദൈവം ഒത്തിരി ദൈവവാസന്മാരുണ്ട്. വളരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിയപ്പെടുന്ന ഒരു പാസ്റ്റുണ്ടെങ്കിൽ ഗുണപ്പെടുവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ നമ്മൾ ഞാൻ വിചാരിച്ചത് എന്ത് പറ്റും? പറ്റുമല്ലേ? കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. KP യോഹന്നാന്റെ ആ ഒരു ഇമ്പമായിട്ടുള്ള സംസാരം കേൾക്കാൻ വേണ്ടി, ആ സ്വരം കേൾക്കാൻ വേണ്ടി ഉദ്ധരിക്കേണ്ട മലയാളത്തിൽ അനേകം ഓടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഓടിയത് ഞാൻ. നിങ്ങളുടെ മാത്രമല്ല ഏതെങ്കിലും എവിടെ വന്നാലും അവിടേക്ക് ഓടുമല്ലോ അദ്ദേഹത്തെ ആ പുസ്തകങ്ങൾ കേൾക്കാൻ വേണ്ടി. പിന്നീട് പറ്റി അദ്ദേഹത്തിന്